നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റമദാൻ നാളുകൾക്ക് പരിസമാപ്തി. ഇസ്ലാം മത വിശ്വാസികൾക്കിന്ന് ചെറിയ പെരുന്നാൾ. സമൂഹ പ്രാർത്ഥനയിൽ പങ്കാളികളായി പ്രമുഖർ. ആശംസകളുമായി രാഷ്ട്രീയ പ്രമുഖർ. പാനൂർ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട് CPM-നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ. അറിവിന്റെ കാര്യത്തിൽ ഏറ്റവും ശക്തിയുള്ളവർ വയോജനങ്ങളെന്ന് പ്രൊഫസർ KA സരള. പരാമർശം വയോജന സംഗമത്തിൽ സംസാരിക്കവേ. വാർത്തകൾ വിശദമായി. വ്രതശുദ്ധിയുടെ നിറവിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇന്ന് ചെറിയ പെരുന്നാൾ. കണ്ണൂരിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പ്രമുഖ പണ്ഡിതൻ ഖത്തീബ് ഹാഫിസ് അനസ് മൗലവി നേതൃത്വം നൽകി. സമൂഹത്തിലെ നാനാ മേഖലകളിലുമുള്ള വിശ്വാസികളും രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين. الله أكبر. سمع الله لمن حمده. الله പരിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. രണ്ട് വചനങ്ങൾ. ആ രണ്ട് വചനങ്ങളാണ് ഇന്നത്തെ ഈദുൽ ഫിത്റിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമ്മാനമായി നൽകുന്നത്. ഒന്നാമത്തെ വചനം, ഹേ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കണമേ എന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും സൂക്ഷ്മത പുലർത്തി പഠിക്കണമേ, ശീലിക്കണമേ എന്ന കൽപ്പനയാണ് ആദ്യമായി അള്ളാഹുവിന് നമുക്കൊക്കെ നൽകാനുള്ളത്. അത് തന്നെയാണ് മുസ്ലിമീങ്ങൾ പരസ്പരം ഖുത്ബയിലും മറ്റുമൊക്കെ കൈമാറുന്ന സന്ദേശവും അത് തന്നെയാണ്. അതുകൊണ്ട് ഞാനും അത് ആവർത്തിക്കുന്നു. സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, ജീവിതത്തിലുടനീളം പടച്ചവൻ പറഞ്ഞതുപോലെ പടപ്പുകൾക്കൊരു ബുദ്ധിമുട്ടും വരാത്ത തരത്തിൽ നന്നായി ജീവിച്ച് ശീലിക്കണമേ, അച്ചടക്കത്തോടുകൂടി കഴിഞ്ഞുകൂടണമേ എന്ന് ആത്മാർത്ഥമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു. രണ്ടാമത്തേത്, വ്യക്തികൾ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതം വിശുദ്ധമാകണമെന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിച്ചപ്പോൾ, വ്യക്തികൾ എന്ന നിലയിൽ നമ്മളുടെ ജീവിതം അച്ചടക്കവും അടക്കും ചിട്ടയും ഒക്കെ ഉള്ളതാകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചപ്പോൾ, വ്യക്തികൾ നന്നായതിനു ശേഷം സ്വാഭാവികമായും ആ വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധം നന്നാകണം. അതുകൊണ്ടാണ് വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ ഒറ്റയ്ക്ക് നന്നായി അതിനുശേഷം ഒന്നിച്ചൊരുമയോടുകൂടി അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിച്ചോളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ദൈവിക വചനമല്ലേ. ദൈവിക വചനത്തിലൂടെ നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെ നിസ്കാരം മാത്രം പറഞ്ഞതല്ല, നോമ്പ് മാത്രം പറഞ്ഞതല്ല, മറ്റേതെങ്കിലും സൽക്കർമ്മങ്ങളും ആചാരങ്ങളും മാത്രം പഠിപ്പിച്ചതല്ല. ഖുർആൻ പഠിപ്പിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഒന്നാമതായി വ്യക്തികളുടെ ജീവിതം വിശുദ്ധമാക്കണമേ എന്ന സതുപദേശത്തോടൊപ്പം ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ, സാമൂഹിക ബന്ധത്തെ, പരസ്പര ബന്ധത്തെ, സൗഹൃദത്തെ ഊട്ടിയുറപ്പിക്കണേ എന്നാണ് പറയുന്നത്. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. അതിന് പ്രയോഗിച്ച പദം തന്നെ പടച്ചവന്റെ പാശത്തെ നിങ്ങൾ ഒന്നിച്ചൊന്നായി മുറുക്കെ പിടിച്ചോളുക എന്നാണ്. സംസ്ഥാനത്ത് 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പൊന്നാനി കടപ്പുറത്താണ് ഇന്നലെ മാസപ്പിറ കണ്ടത്. തുടർന്ന് വിവിധ ഖാസിമാർ അക്കാര്യം സ്ഥിരീകരിച്ചു.
ഗാസിമാരുടെ പ്രഖ്യാപനം വന്നതോടെ പള്ളികളിൽ നിന്നും തക്ബീർ ധ്വനികൾ മുഴങ്ങി. ഇതോടെ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് ഇസ്ലാം മതവിശ്വാസികൾ കടന്നു. റമദാനിൽ കൈവരിച്ച ആത്മശുദ്ധിയുടെ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിച്ചത്. ഒരുമിച്ചു കൂടിയും പരസ്പരം സ്നേഹം പങ്കുവച്ചുമാണ് കുടുംബങ്ങൾ ഒത്തുകൂടിയത്. അതേസമയം ഉത്തരേന്ത്യയിലും ദില്ലിയിലും നാളെയാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിഥി തൊഴിലാളികൾക്കായി പ്രത്യേക ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഏരിയ കൺവെൻഷന്റെ ആഭിമുഖ്യത്തിലാണ് ഈദ് നമസ്കാരം സംഘടിപ്പിച്ചത്. മഞ്ചേരി പെട്രോൾ പമ്പിന് സമീപം നടന്ന നമസ്കാരത്തിൽ നിരവധി അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഏരിയ കൺവെൻഷന്റെ ആഭിമുഖ്യത്തിലാണ് ചക്കരക്കൽ, അഞ്ചരക്കണ്ടി ഭാഗങ്ങളിലും സമീപ പ്രദേശങ്ങളിലുമുള്ള അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക ഈദ് നമസ്കാരം സംഘടിപ്പിച്ചത്. മൗവഞ്ചേരി പെട്രോൾ പമ്പിന് സമീപമുള്ള ഡ്രിബ്ലേഴ്സ് പാർക്ക് ടർഫിൽ വെച്ച് നടന്ന ഈദ്ഗാഹിൽ നൂറുകണക്കിന് ഹിന്ദി, ഉറുദു ഭാഷക്കാരായ അതിഥി തൊഴിലാളികൾ പങ്കെടുത്തു. ഇമാം മുഹമ്മദ് സിദ്ദിഖ് ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. ഉറുദു ഭാഷയിലായിരുന്നു ഈദ് ഖുതുബ. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സംസ്ഥാനത്ത് 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈദ്ഗാഹുകളും മസ്ജിദുകളും ഇന്ന് വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സമൂഹ നമസ്കാരത്തിൽ പങ്കാളികളായി. ഏവരും ത്യാഗത്തിന്റെയും ഉദാരതയുടെയും മഹിമ വാഴ്ത്തുന്ന ആഘോഷത്തിന് ആശംസകൾ നേർന്നു. പെരുന്നാൾ ആശംസയുമായി എം വി ജയരാജൻ, മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുസ്ലിഹ് മഠത്തിൽ AP അബ്ദുള്ളക്കുട്ടി, K സുധാകരൻ എന്നിവരും സാമൂഹ്യ പ്രമുഖരും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാവരും പങ്കെടുത്തു. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആന്റെ പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്രതശുദ്ധിയുടെയും സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും നാടുകൾ കഴിഞ്ഞ് ഈ കൂട്ടായ്മ നമ്മുടെ ഇന്നത്തെ വർത്തമാനകാലത്ത് ആവശ്യമായ മതേതര സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും ചർച്ചകൾക്കല്ല. അതാണ് പരിശുദ്ധമായ ഖുർആനും പ്രവാചകന്മാരും ഉദ്ഘാടനം ചെയ്ത സന്ദേശം. ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. നീണ്ട 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ആ വ്രതത്തിൽ നിന്നും ഉൾക്കൊണ്ട ആത്മചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പ്രത്യേകിച്ച് കാരുണ്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരോടും കാരുണ്യത്തോടെ, സ്നേഹത്തോടെ പെരുമാറണമെന്നാണ് പ്രത്യേകിച്ച് ഈ പെരുന്നാൾ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഈ പ്രത്യേകിച്ച് ഈ ഘട്ട കാലഘട്ടത്തിൽ പരസ്പര സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ എല്ലാവരും ഉൾക്കൊള്ളണമെന്നാണ് പറയാനുള്ളത്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇന്ന് റംസാൻ മാസം വിടവാങ്ങിയാണ്. ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈദ്ഗാഹിൽ ഇവിടെ കണ്ണൂർ സ്റ്റേഡിയത്തിലാണ് പങ്കെടുത്തത്. ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷത്തിനുള്ള ഒരു പ്രത്യേകത, തെരഞ്ഞെടുപ്പ് ഉത്സവം കൂടി നടക്കുന്ന സീസണാണ്. അപ്പോൾ എല്ലാ പാർട്ടിക്കാരുടെയും സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏതായാലും എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പെരുന്നാൾ ആശംസകൾ. ഇന്ന് ഖുതുബയിൽ പറഞ്ഞത് തഖ്വയെക്കുറിച്ചാണ്. അദ്ദേഹം അത് നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, അതുപോലെ പ്രാർത്ഥനകൾ പോലെ തന്നെ ഒരു പൂർണ്ണനായ സാമൂഹ്യ നന്മയുള്ള മനുഷ്യനായി ജീവിക്കണമെന്നുള്ളൊരു വലിയ സന്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അനസ് മൗലവിയുടെ പ്രസംഗം അതിമനോഹരമായിരുന്നു. സിറ്റി ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയംഗമമായ
പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും ഈദ് ദിന ആശംസകൾ നേരുന്നു. വിവിധ കേന്ദ്രങ്ങളിലെ ഈദ് ഗാഹ് പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടങ്ങളിൽ കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരുമയാണ്. അത് കേരളത്തിൻ്റെ സവിശേഷതയാണ്. കേരള സ്റ്റോറി എന്ന പേരിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തി തീവ്രവാദത്തിലേക്ക് ആളുകളെ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുവെന്നും 32,000 ആളുകളെ ഇതിനകം മതം മാറ്റിയിട്ടുണ്ടെന്നുമുള്ള ഒരു സിനിമ, തികച്ചും നുണയെ പ്രചരിപ്പിക്കുന്ന സിനിമ, നമ്മുടെ നാടിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തൊരു സിനിമ, അതല്ല സത്യമെന്ന് തെളിയിക്കുന്നതാണ് ഈദ് ഗാഹ് നടന്ന മൈതാനികൾ. അവിടങ്ങളിൽ ഒത്തുകൂടിയ കുടുംബങ്ങൾ, അയൽവക്കക്കാർ, സുഹൃത്തുക്കൾ, ഇവർ തമ്മിലുള്ള സ്നേഹപ്രകടനം ആലിംഗനമായിട്ടാണ് കാണാൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഉത്തരേന്ത്യയിൽ ഇത് കാണാൻ കഴിയില്ല. ഉത്തരേന്ത്യയിൽ ഈദ് ഗാഹ് നടത്താൻ പോലും അനുവാദം കൊടുക്കാത്ത ചില സ്ഥലങ്ങൾ നമുക്ക് നേരത്തെ സുപരിചിതമാണല്ലോ. അവിടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് നടത്താൻ നോക്കുന്നത്. ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയക്കാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ മറ്റു ചില പാർട്ടികൾ തയ്യാറുമല്ല. പാലസ്തീനിലാണെങ്കിൽ കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കുകയാണ്. അവിടെയും ഈദ് ദിനം സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയും വിധത്തിൽ ഈദ് ദിനാശംസകൾ എല്ലാവർക്കും നേരുന്നു. സിറ്റി ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ ഹൃദയംഗമായ നിലയിലുള്ള ഈദാശംസകൾ ഞാൻ നേരുകയാണ്. എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സിറ്റി ന്യൂസ് കണ്ണൂർ. ഇനി വാർത്തയിൽ ഒരു ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റമദാൻ നാളുകൾക്ക് പരിസമാപ്തി. ഇസ്ലാം മത വിശ്വാസികൾക്കിന്ന് ചെറിയ പെരുന്നാൾ. സമൂഹ പ്രാർത്ഥനയിൽ പങ്കാളികളായി പ്രമുഖർ. ആശംസകളുമായി രാഷ്ട്രീയ പ്രമുഖർ. പാനൂർ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട് CPM-നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ. അറിവിന്റെ കാര്യത്തിൽ ഏറ്റവും ശക്തിയുള്ളവർ വയോജനങ്ങളെന്ന് പ്രൊഫസർ KA സരള. പരാമർശം വയോജന സംഗമത്തിൽ സംസാരിക്കവേ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Thank you.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം. കുടുംബസമേതം കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ, മെഗാ മാൾ, കാഞ്ഞങ്ങാട്, റിയാദ് മാൾ, പയ്യന്നൂർ, മെയിൻ റോഡ്, ഇരട്ടി, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകളിലേക്ക്. പാനൂർ ബോംബ് സ്ഫോടനം റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. ചില പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതെന്നാണ് സൂചനകൾ. സംഭവത്തിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ സായുജിന്റെയും അമൽ ബാബുവിന്റെയും ഉൾപ്പെടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇത്തരം സൂചനകൾ ഉള്ളത്. ബോംബ് നിർമ്മിച്ചത് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കാനും പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നതും ലക്ഷ്യമിട്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ. ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവായ ഷജിലാണ് പ്രധാന സൂത്രധാരൻ. മറ്റൊരു പ്രാദേശിക നേതാവ് അമൽ ബാബു സ്ഫോടനശേഷം തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടിലുണ്ട്. പാനൂർ ബോംബ് നിർമ്മാണത്തിന് ആദ്യം തിരിച്ചറിഞ്ഞ ഗുണ്ട കുടിപ്പുകൈക്ക് പുറമെ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് ഇതെന്ന നിലപാടിലാണ് CPM. പാർട്ടിക്ക് ബോംബ് സ്ഫോടനവുമായി ബന്ധമില്ലെന്നാണ് CPM നേതൃത്വം ഇപ്പോഴും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ചൂട് കനക്കുന്നു. ഗത്യന്തരമില്ലാതെ വലഞ്ഞ് നാട്ടുകാർ. കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇനിയും താപനില ഉയരാൻ സാധ്യത. ശനിയാഴ്ച വരെ ജാഗ്രത പാലിക്കാനും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏപ്രിൽ 9 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ 40 മുതൽ 41 ഡിഗ്രി സെൽഷ്യസ് താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലുള്ളത്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്ത് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി വരെയും, ആലപ്പുഴ, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37 വരെയും, തിരുവനന്തപുരം, മലപ്പുറം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാനും സാധ്യതയുണ്ട്. അതേസമയം ഈ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അലവിൽ കയ്യാലക്കാത്ത് മാരിയമ്മ ആരൂഢസ്ഥാനം ഋഷീശ്വര ഗുരുസന്നിധിയിൽ കയ്യാലക്കാത്ത് മാരിയമ്മക്ക് പൊങ്കാല സമർപ്പണം നടന്നു. രാവിലെ 10:26 ശുഭമുഹൂർത്തത്തിലാണ് അടുപ്പിൽ അഗ്നി പകർന്നത്. തുടർന്ന് അമ്മക്ക് നിവേദ്യ സമർപ്പണവും നടന്നു. പൊങ്കാല സമർപ്പണത്തിന്റെ ഭാഗമായി നിരവധി ഭക്തജനങ്ങൾ സന്നിധിയിലെത്തിച്ചേർന്നു. അരയിടത്തുചിറ കടൂർ കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയ വയോജനവേദിയുടെയും സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു. SSCFWA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സരള ഉദ്ഘാടനം ചെയ്തു. അറിവിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശക്തിയുള്ളവരാണ് വയോജനങ്ങളെന്നും അവരെ കർമ്മനിരതരാക്കാൻ സമൂഹം തയ്യാറാകണമെന്നും SCFWA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. സരള പറഞ്ഞു. അരയിടത്തുചിറ കടൂർ കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയ വയോജനവേദിയുടെയും സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കർമ്മനിരതരാക്കാനായിട്ടൊരു സംഘടന വേണം, അവരുടെ അവകാശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. നമുക്ക് 3 തരത്തിലുള്ള അവകാശങ്ങൾ വേണം. സംരക്ഷണം വേണം, സാമ്പത്തികമായ സുരക്ഷ വേണം, ആരോഗ്യ സുരക്ഷ വേണം, സാമൂഹിക സുരക്ഷ വേണം, എന്ന് വൈകാരികമായ സുരക്ഷയും കൂടി ആവശ്യമാണ്. ഓർമ്മയൊക്കെ നഷ്ടപ്പെടുകയാണ്. ഓർമ്മ നഷ്ടപ്പെട്ട ഒരുപാട് വയോജനങ്ങൾ നമുക്കുണ്ടെന്നല്ല. അപ്പൊ ഓർമ്മ തോണി എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്കീംസ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓർമ്മ തോണി അത് നമ്മുടെ സംഘടന പറഞ്ഞു കൊടുത്തിട്ട് കൊണ്ടുവന്നതാണ്. നമ്മുടെ സംഘടന സമൂഹത്തിലെ ഈ അരികുവൽക്കരിക്കപ്പെട്ട സമൂഹം എന്ന് പറയുന്ന വയോജനങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ട് സർക്കാരിനോട് പറയുന്നു ഇന്ന പ്രോജക്റ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാരുകൾ നെഞ്ചോട് ചേർത്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളെ കൂട്ടി പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. വൃദ്ധജനങ്ങളെ അവരെ അവഗണിക്കപ്പെടുന്നതല്ല, നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത്. നമ്മുടെ അനുഭവമാണ്. അപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് പ്രോജക്ട്സ് ഉള്ളത്. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഇപ്പൊ പുതുതായിട്ട് വന്ന സാന്ത്വനൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട്
ആരും തുണയില്ലാത്ത വയോജനങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പൈസ ചെലവില്ലാതെ ഗവൺമെന്റ് സംരക്ഷണം കൊടുക്കുന്ന പ്രോജക്റ്റുകൾ ഇതാ വന്നിട്ടുണ്ട്. വായനശാല പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ദിനേശൻ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ, മയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത, വി വി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയോജനങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. അപൂർവമായി മാത്രം കണ്ടുവരുന്ന കാലൻകോഴി കുഞ്ഞുങ്ങളെ കണ്ടെത്തി. 3 ആഴ്ച മുൻപ് കായലോടാണ് ഈ മൂങ്ങവർഗത്തിലുള്ള കുഞ്ഞുങ്ങളെ കണ്ടെത്തിയത്. വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകരാണ് കാലൻകോഴി കുഞ്ഞുങ്ങളെ കണ്ടെത്തി കൊണ്ടുവന്നത്. വനം വകുപ്പ് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് പക്ഷിയുടെ പരിചരണം റിയാസ് ഏറ്റെടുത്തത്. അന്നു മുതൽ റിയാസിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളുടെ പരിചരണം. 3 ആഴ്ചത്തെ ശുശ്രൂഷ പൂർത്തിയായപ്പോൾ കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കുകയാണ്. പൂർണ്ണ വളർച്ച വീണ്ടെടുക്കുന്നതോടെ വനം വകുപ്പിനെ വിവരം അറിയിക്കും. തുടർന്ന് അവരുടെ സാന്നിധ്യത്തിൽ ഇതിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് പറത്തിവിടുകയാണ് ചെയ്യുന്നത്. ഞാൻ റിയാസ് മാങ്ങാട്, മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെൻറ്റർ ഫോർ വൈൽഡ് ലൈഫ് അഥവാ മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ സംഘടനയുടെ റെസ്ക്യൂറാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ പരിക്കേറ്റിട്ടും അല്ലാതെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മുട്ട വിരിച്ച് പലതിനെയും വിട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഒരു 2 മോട്ടൽഡ് ബുൾഡോളാണ്. അതായത് നമ്മുടെ നാട്ടിൽ കാലൻകോഴി എന്ന് പറയുന്ന ഒരു മൂങ്ങ. ഇതിന് കിട്ടിയിരിക്കുന്നത് ചാല ഹയർ സെക്കൻഡറി സ്കൂളിലെ സുഗന്ധി ടീച്ചറുടെ വീട്ടിൽ നിന്നാണ്. കായലോടാണ് ടീച്ചറുടെ വീട്. അവിടുന്ന് കിട്ടിയ തീരെ ചെറിയ കുഞ്ഞായിരുന്നു. കിട്ടുന്ന സമയത്ത് വളരെ ചെറിയ കുഞ്ഞായിരുന്നു. വീട്ടിൽ പറമ്പെന്ന് അവർക്ക് കിട്ടിയിട്ട് അവർ ഒരു ദിവസം അവിടെ എടുത്തു വെച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോയി കളക്ട് ചെയ്തു, എടുത്തു. തളിപ്പറമ്പ് റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം മാർക്ക് എന്ന് പറയുന്ന ഇപ്പം ഞങ്ങളുടെ സംഘടനയുടെ സംരക്ഷണത്തിലാണ് ഇത്. ഇപ്പോൾ തൊട്ടടുത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിനെ പറത്തി വിടേണ്ട ഒരു അവസ്ഥയിലെത്തും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. അറിയിപ്പ്. വിഷു റംസാൻ മേള തുടങ്ങി. കേരള കരകൗശല വികസന കോർപ്പറേഷന്റെ കണ്ണൂർ കൈരളി യൂണിറ്റിൽ വിഷു റംസാൻ മേള തുടങ്ങി. വിഷുവിന് കണിവയ്ക്കുവാനുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ, ആറന്മുള കണ്ണാടി, ഉരുളി, വിളക്ക് എന്നിവ മേളയിൽ ലഭിക്കും. ഏപ്രിൽ 30 വരെയാണ് മേള. എല്ലാ സാധനങ്ങൾക്കും 10% വിലക്കിഴിവ് മേളയിൽ ലഭിക്കും. ലേണേഴ്സ് ലൈസൻസ് പരീക്ഷ ഏപ്രിൽ 11 നടത്താൻ നിശ്ചയിച്ച ലേണേഴ്സ് ലൈസൻസിനുള്ള പരീക്ഷ 17-നും 12-ന് നടത്താൻ നിശ്ചയിച്ച പരീക്ഷ 20-നും നടത്തും എന്നും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്കായി ഒപ്പ് ശേഖരണ ക്യാമ്പയിൻ നടത്തി. സ്വീപിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കായി ഒപ്പ് ശേഖരണവും ബോധവൽക്കരണ ക്യാമ്പയിനും നടത്തിയത്. മാടായി ഗവൺമെന്റ് ITIയിലെ 50ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പയിനിൽ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പ്രതിജ്ഞ ചൊല്ലി. കല്യാശ്ശേരി സ്വീപ് നോഡൽ ഓഫീസർ MP സുനിൽകുമാർ, കോളേജ് അധ്യാപകൻ അശോകൻ, സ്വീപ് അംഗങ്ങളായ സജിത്ത്, അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റമദാൻ നാളുകൾക്ക് പരിസമാപ്തി. ഇസ്ലാം മത വിശ്വാസികൾക്കിന്ന് ചെറിയ പെരുന്നാൾ. സമൂഹ പ്രാർത്ഥനയിൽ പങ്കാളികളായി പ്രമുഖർ. ആശംസകളുമായി രാഷ്ട്രീയ പ്രമുഖർ. പാനൂർ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ എതിരാളികളെയും ലക്ഷ്യമിട്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട് CPMനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ. അറിവിന്റെ കാര്യത്തിൽ ഏറ്റവും ശക്തിയുള്ളവർ വയോജനങ്ങളെന്ന് പ്രൊഫസർ KA സരള. പരാമർശം വയോജന സംഗമത്തിൽ സംസാരിക്കവേ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.